അപ്പൊ പൊതുവെ ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് ഈ പ്ലേസ് ചെയ്യുന്ന ഇംപ്ലാന്റ്സ് ഉം. പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് കളയണോ? ഉം. ഈ കമ്പി എപ്പോൾ ഊരാൻ ഡോക്ടർ? അതെ അതെ എക്സാക്ട്ലി. സത്യത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓർത്തോപെഡിക് ഇംപ്ലാൻസും റിമൂവ് ചെയ്യണ്ട എന്നുള്ളതാണ് സത്യം. പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മൾ ഓർത്തോപെഡിക് ഇംപ്ലാൻസ് റിമൂവ് ചെയ്യാൻ നിർദ്ദേശിക്കാറുള്ളൂ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇംപ്ലാൻസിൻ്റെ മെറ്റൽ യൂഷ്വലി യൂസ് ചെയ്യുന്ന മെയിനായിട്ട് 2 ടൈപ്പ് മെറ്റലാണ്. 316 സ്റ്റീലും ടൈറ്റാനിയം. ഈ രണ്ടും ഇനർട്ട് മെറ്റൽസാണ്. ബോഡിയായിട്ട് യാതൊരു തരത്തിലും ഇത് റിയാക്ട് ചെയ്യില്ല, ശരീരം അതിനെ റിജക്റ്റ് ചെയ്യത്തില്ല. അതുപോലെ MRI കോമ്പാറ്റബിളുമാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഒരു ഓർത്തോപെഡിക് ഇംപ്ലാന്റ് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യാൻ പറയും. ഉദാഹരണത്തിന് കൊച്ചു കുട്ടികളിടുന്ന ഇംപ്ലാന്റ് അവരുടെ വളർച്ച വരുമ്പോഴത്തേക്കും അതിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടും അത് റിമൂവ് ചെയ്യാൻ പറയും. കുഞ്ഞുങ്ങളിലിടുന്ന ഇംപ്ലാന്റ്, പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പ്സിലിടുന്ന ഇംപ്ലാൻസ് നമ്മൾ റിമൂവ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സിംറ്റമാറ്റിക് ഇംപ്ലാന്റ് ആണ്, ഇട്ടിരിക്കുന്ന സ്ക്രൂവോ പ്ലേറ്റിൻ്റെ അറ്റമോ ഒക്കെ ശരീരത്തിന് തൊലിയുടെ അടിയിലിരുന്ന് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇംപ്ലാന്റ് റിമൂവ് ചെയ്യാൻ പറയും. ഇൻഫെക്ഷൻ എന്തെങ്കിലും വരികയാണ്, ചിലപ്പോൾ സട്ടിൽ ഇൻഫെക്ഷൻ ആയിരിക്കും, വെളിയിൽ കാണുന്ന ഇൻഫെക്ഷൻ അല്ല, ഇൻഫെക്ഷൻ എന്തെങ്കിലും വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വേദന അനുഭവപ്പെടുന്ന രോഗി കംപ്ലയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇംപ്ലാന്റ് റിമൂവ് ചെയ്യാൻ പറയും. പിന്നെ ആദ്യത്തെ സർജറി നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഉള്ള റിസൾട്ട് അതിന് വന്നില്ല, അതിന് നമ്മൾക്ക് കുറച്ചുകൂടെ ഒരു കറക്ഷൻ സർജറിയിലേക്ക് പോകണം, അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോഴും നമ്മൾ ഇംപ്ലാന്റ് റിമൂവ് ചെയ്യാൻ പറയും. പിന്നെ മേജർ ജോയിൻസിൻ്റെ അടുത്തിടുന്ന ഇംപ്ലാന്റ്, ഹിപ്പിലും നീയിലും ഒക്കെ ഇടുന്ന ഇംപ്ലാൻസ്, ചെറുപ്പക്കാരിലിടുന്ന ഇംപ്ലാൻസ് ഭാവിയിൽ അവർക്കൊരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ആവശ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് പൊട്ടൽ വന്നതുകൊണ്ട് അവരുടെ ജോയിൻറ്റിൻ്റെ സർഫസിന് സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടു പോയി ഭാവിയിൽ തേയ്മാനം വന്ന് അതിൽ അവർക്ക് ഒരു റിവിഷൻ സർജറി അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി ആവശ്യം വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന പക്ഷവും ഡോക്ടർ റിമൂവ് ചെയ്യാൻ പറയാറുണ്ട്. അല്ലാതെ പൊതുവേ പറയുകയാണെങ്കിൽ നമ്മൾ ഓർത്തോപെഡിക് ഇംപ്ലാൻസ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു സർജറിയാണത്. മനസ്സിലായോ? പൊതുവെ കമ്പി ഉരണ്ട കമ്പി വരേണ്ട കാര്യമില്ല. നമ്മൾ തിയേറ്ററിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ പേഷ്യന്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്, എപ്പ കമ്പി എപ്പോൾ കമ്പി വരാം? ഞാൻ പറയും അത് കമ്പി നമ്മളിത് ഇംപ്ലാന്റ് ഇട്ടതല്ലേ ഉള്ളൂ, ഇനി മുറിവുണങ്ങണം, എല്ല് യോജിക്കണം, അതിന് ശേഷമല്ലേ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്.